Hi dear friends, എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ പെപ്പർ ഫ്രൈ ആണ്. നല്ല ബ്ലാക്ക് കളറിലുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മട്ടൺ ഫ്രൈയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ പെപ്പർ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 1/2 കിലോ മട്ടൺ നല്ലപോലെ കഴുകി ഇതേപോലത്തെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി മുഴുവനായിട്ട് ഞാൻ ചെറിയതായിട്ട് തോലോടുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 വഴനയില, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3-4 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരുംജീരകം ഇത്രയൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. മസാല ഇവിടെ നല്ലപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ചേർത്താൽ മതി. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കാം. മല്ലിയൊക്കെ ഫ്രഷ് ആയിട്ട് വറുത്ത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമുക്കിതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഇത് ജസ്റ്റ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഓരോ കുക്കറിനനുസരിച്ചിട്ട് ഈ വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ എൻ്റെ കുക്കറിൽ 5 വിസിൽ മതി. ചെറുതായിട്ട് നുറുക്കിയതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും. മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ 2 വഴനയില, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇത്ര നമുക്ക് നന്നായിട്ട് ഒരു പാനിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുക. മട്ടൻ അവിടെ 5 വിസിലടിച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല, പക്ഷെ ഇത്രയും വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വറ്റിച്ചെടുക്കണം. വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ആ മട്ടൻ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു സവാള ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് ബ്രൗൺ നിറാവുന്ന വരെ വഴറ്റി കൊടുക്കാം. സവാള നല്ല ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നടുക്കിലായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ നേരത്തെ കുരുമുളകും പെരുംജീരകവും ഒക്കെ കൂടി വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനകത്തൊന്ന് പകുതി ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മട്ടനകത്തുള്ള വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അടച്ചു വെക്കരുത് കേട്ടോ, തുറന്ന് വെച്ച് തന്നെ വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. തുടരെ ഇളക്കൊന്നും വേണ്ട, ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അതിൽ നിന്ന് 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഡ്രൈ ആക്കി നല്ല ബ്ലാക്ക് കളർ ആവുന്ന വരെ ഡ്രൈ ആക്കി എടുക്കാം. ഒരു 10-15 മിനിറ്റിൽ കൂടുതൽ എടുക്കും ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാനായിട്ട്. നമുക്ക് ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നാരങ്ങ നീര് ചേർക്കുന്നത് ഇതിന് ടേസ്റ്റ് നല്ലോണം കൂട്ടും കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ ഇതുപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കുക. അപ്പോഴത്തേക്ക് എന്താ നമ്മളുടെ മട്ടൻ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ പെപ്പർ ഫ്രൈ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.